ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൺ ദ ഫോൺ ആൻഡ് ഓവർ ദ ഫോൺ. ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ ശരിയായ രീതിയിൽ തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നത് എന്നറിയണ്ടേ? നോക്കാം. ഓൺ ദ ഫോൺ എന്ന് പറയുന്നതും ഓവർ ദ ഫോൺ എന്ന് പറയുന്നതും കറക്റ്റായ പ്രയോഗങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ മീനിങ്ങും സിമിലറാണ്, പക്ഷേ എക്സാക്ട്ലി സെയിം അല്ല ഇതിൻ്റെ മീനിങ്. ചെറിയ വ്യത്യാസം ഉണ്ട്. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഒരാൾ ഒരു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം ഹീസ് ഓൺ ദ ഫോൺ. മിണ്ടാതിരിക്കൂ, മദർ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബി ക്വയറ്റ്, മദർ ഈസ് ഓൺ ദ ഫോൺ. അവൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ ഫോണിൽ? ഈസ് ഷീ സ്റ്റിൽ ഓൺ ദ ഫോൺ? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൺ ദ ഫോൺ വിത്ത് മൈ ഫ്രണ്ട്. ഇവിടെയൊക്കെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജനറലായിട്ട് പറയുമ്പോൾ അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൺ ദ ഫോൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹീ ഈസ് ഓൺ ദ ഫോൺ, ഐ ആം ഓൺ ദ ഫോൺ, വി ആർ ഓൺ ദ ഫോൺ എന്നൊക്കെ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ വാസ്, വേർ, ബീൻ, ഇതൊക്കെ വേർബിൻ്റെ ഫോംസ് ഒക്കെയാണ് എന്ന് വിചാരിക്കുക സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓൺ ദ ഫോൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഫോൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഫോൺ ചെയ്യുന്ന അതിലാണ് ഫോക്കസ്, അതാണ് ആക്ടിവിറ്റി. അവിടെ ഫോൺ ചെയ്യുന്നു എന്നത്. ഇനി നമുക്ക് ഓവർ ദ ഫോൺ, അതെന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. ഫോണിൽ നമ്മൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായി ഫോണിൽ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഫോണിൽ കൂടി ചിലപ്പോൾ ചില മീറ്റിങ്ങിൻ്റെ ഡിസ്കഷൻ ആവാം. പിന്നെ ഫോണിൽ കൂടി നമ്മൾ പല സാധനങ്ങളും ഓർഡർ ചെയ്യാറില്ലേ? നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്, നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് ഫോണിൽ കൂടി ഓർഡർ ചെയ്യാറില്ലേ? അപ്പോൾ ഫോൺ ചെയ്യുക എന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ വേറെ ചില കാര്യങ്ങൾ ത്രൂ ഫോൺ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ ചെയ്യുന്ന ആ ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ വേറെ ചില കാര്യങ്ങൾ ഡിസ്കഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡറിങ് സംതിങ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓവർ ദ ഫോൺ ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഓർഡേർഡ് ദ ഫുഡ് ഓവർ ദ ഫോൺ. നോക്കൂ, ഓവർ ദ ഫോൺ. ഇവിടെ ഫോൺ ചെയ്യുക എന്ന ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ ഓർഡറിങ് ദ ഫുഡ് ആണ്, അതിനാണ് അവിടെ ഫോക്കസ്. അതുകൊണ്ടാണ് ഓവർ ദ ഫോൺ ഉപയോഗിച്ചത്. Nowadays we can pay all our bills over the phone. ഇപ്പോൾ ഈ കാലത്ത് നമുക്ക് എങ്ങനെയാണ് എല്ലാ ബിൽസും ഫോണിൽ കൂടി പേ ചെയ്യാം അല്ലേ? അപ്പോൾ അവിടെയും ഓവർ ദ ഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ പേ ഓൾ അവർ ബിൽസ് ഓവർ ദ ഫോൺ. അവിടെ ത്രൂ ദ ഫോൺ എന്ന മീനിങ് ആണ്. ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ഓവർ ദ ഫോൺ ടു നൈറ്റ്, ഓക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഇന്ന് രാത്രി നമുക്ക് ഫോണിൽ കൂടി ഡിസ്കസ് ചെയ്യാം എന്നാണ് അവിടെ ഓവർ ദ ഫോൺ. കാരണം ഫോൺ ചെയ്യുക എന്ന ആക്ടിവിറ്റിക്കല്ല, ആ ഡിസ്കഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ്. കല്യാണത്തിന് അവനെന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഫ്രണ്ടിനോട് പറയുകയാണ്. അപ്പോൾ ക്ഷണിച്ചോ? എങ്ങനെയാണ്? ഇൻവിറ്റേഷൻ കിട്ടിയോ? വി ടോക്ക്ഡ് ഓവർ ദ ഫോൺ. ഐ ഗോട്ട് ദ ഇൻവിറ്റേഷൻ ഓവർ ദ ഫോൺ. നോക്കൂ, ഓവർ ദ ഫോൺ, അതായത് ഇൻവിറ്റേഷൻ കിട്ടിയത് ഫോണിൽ കൂടിയാണ്, അവൻ എന്നെ ക്ഷണിച്ചത് ഫോണിൽ കൂടിയാണ്. അവിടെയൊക്കെ ഓവർ ദ ഫോൺ. അപ്പോൾ ഓൺ ദ ഫോൺ എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫോണിങ് എന്ന ആ ഒരു സംസാരിക്കുക, ഫോണിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പ്രവൃത്തിക്കാണ്. അതേസമയം ഓവർ ദ ഫോൺ എന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് വേറെ ചില ആക്ടിവിറ്റികൾക്കാണ്. ഫോണിൽ കൂടി നമ്മൾ വേറെ ചില കാര്യങ്ങളാവും ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അനദർ ആക്ഷൻ ദാറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഓർ ഡൺ യൂസിങ് ദ ഫോൺ. ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് ഫോക്കസ് എങ്കിൽ, അത്തരം കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ ഓവർ ദ ഫോൺ യൂസ് ചെയ്യുക. ഇപ്പോൾ ഓൺ ദ ഫോൺ ആൻഡ് ഓവർ ദ ഫോൺ, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമല്ലോ.